പ്രത്യേകിച്ചും ഇപ്പം ഈ ലോകം ഇത്രയും ചർച്ച ചെയ്യപ്പെടാൻ കാരണം ഈ കോസ്റ്റിൽ ഇങ്ങനെ ഒരു സിനിമ ചെയ്തു എന്നുള്ളതും കൂടെയാണ് അവിടെ എടുത്തു പറയുന്ന ആൾക്കാർ. കാരണം ആ ബജറ്റിനുള്ളിൽ എങ്ങനെ ഇങ്ങനെ ഒരു സാധനം ഇത്രയും വലിയ ക്യാൻവാസിൽ എങ്ങനെ ചെയ്തെടുത്തു. അപ്പൊ ഇന്ന് അതൊക്കെ പോസിബിൾ ആണ്, ഇതൊക്കെ പോസിബിൾ ആണ്, പ്രൊവൈഡഡ് നമുക്ക് അത്രയും പ്ലാനിങ്, നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രീ പ്ലാനിങ്ങും പ്രീ പ്രൊഡക്ഷനും ഇതൊക്കെ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത്. അതൊരു കളക്റ്റീവായിട്ട് നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ടീം ഉണ്ടാവുക, ഈ പറയുന്ന നമ്മുടെ കൺവിക്ഷനെ ഒക്കെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഉണ്ടാവുക, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥയൊക്കെ പറഞ്ഞ ഒരാളെ കൺവിൻസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. വേറൊരു പ്രൊഡക്ഷൻ ഹൗസ് എനിക്ക് തോന്നുന്നില്ല ലോക പോലത്തെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ റെഡി ആവുന്ന പോലും. അത് എഫ്ആർ പോലത്തെ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ സിനിമ പുറത്ത് ഇങ്ങനെ സിനിമ ഉണ്ടാവും പോലും നമുക്ക് സംശയം. പ്രത്യേകിച്ച് മലയാളത്തിൽ ഇങ്ങനൊരു ചെറിയ രീതിയിൽ ക്രൈസിസ് നിൽക്കുന്ന ഒരു സമയത്ത്. അപ്പം അത്തരം കൺസെപ്റ്റുകളെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി കാശ് മുടക്കാൻ നിൽക്കുന്ന അത് സിനിമ അറിയാവുന്നവർക്കേ പറ്റുള്ളൂ. അതൊക്കെ നേരത്തെ പറഞ്ഞ ദുൽഖറിന് ഇത്രയും ചൈക്കൊക്കെ കഴിഞ്ഞ വർഷങ്ങൾക്ക് പുള്ളിക്ക് കിട്ടിയിട്ടുള്ള ടേക്ക് ഹോം, ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് പുള്ളിക്ക് മനസ്സിലായിട്ടുള്ള പുള്ളി ആ ടീമിന്റെയും കൂടെയാണ്. അപ്പം ഇനിയുള്ള കാലത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോൾ ഉള്ള അവസ്ഥകൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിയേറ്ററിൽ ആൾക്കാരുടെ എക്സ്പെക്ടേഷനെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ഇവിടെ നിലനിൽക്കാൻ ഇപ്പം ഭയങ്കര, പ്രത്യേകിച്ച് ഈ ഇൻഡസ്ട്രിയിൽ നിലനിന്ന് പോകാൻ വലിയ പാടാണ്.